Good morning, class. We will start our semester 4 portion, and we will start with a marriage proposal by Anton Chekhov. It's actually a one-act farce play written by a Russian playwright, Anton Pavlovich Chekhov. Okay, വളരെ റിനൗൺഡ് ആയിട്ടുള്ളൊരു പ്ലേ റൈറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ് ആൻറ്റോൺ ഷെക്കോവ്. And he's a Russian guy. And the play that we have to deal with is a one-act play, or a single act ഉള്ള ഒരു പ്ലേ ആണ്. വളരെ കോമിക് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ദിസ് മാരേജ് പ്രപ്പോസൽ. ആൻഡ് സംടൈംസ് ദിസ് ഈസ് കോൾഡ് ആസ് ദ പ്രപ്പോസൽ ആസ് വെൽ. ഓക്കെ, ദ മാരേജ് പ്രപ്പോസൽ എന്ന് പറയുന്ന ടൈറ്റിലും ഉണ്ട്, വെറും സിംപ്ലി ദ പ്രപ്പോസൽ എന്നുള്ള ടൈറ്റിലും ഉണ്ട്. And as I told you earlier, it is a one-act play. It's a one-act farce. ഫാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമിക് വർക്ക്. നമ്മൾ മലയാളത്തിൽ പ്രഹസനം എന്ന് പറയില്ലേ, ആ പ്രഹസനം പോലത്തെ ഒരു കോമിക് വർക്കാണ് അത്. യൂസിങ് ബഫൂണറി ആൻഡ് എക്സാജറേഷൻ, ഓഡിയൻസിന് അങ്ങനെയൊക്കെ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് വർക്കാണ് മാരേജ് പ്രപ്പോസൽ. Okay, and this was written in between the period of 1888 and 1889, and it was actually first performed in 1890. It's a very important figure. ഒരു മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, when was it performed? ഓക്കെ, ഇതിൽ ഒരുപാട് ഡയലോഗ് ബേസ്ഡ് ആക്ഷൻ ആണ്, ഒരുപാട് സിറ്റുവേഷനിലായിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉള്ള ഒരു വൺ ആക്ട് പ്ലേ ആണ്. And talking about Chekhov, he is not just a playwright, he is also a short story writer. A short story writer ആണ്. And these are his 4 greatest plays: Seagull, Uncle Vanya, Three Sisters and Cherry Orchard. Okay. Moving on to a marriage proposal. This is just an introductory class on the marriage proposal. Okay, എല്ലാ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ജസ്റ്റ് ഒരു പ്ലോട്ട് എന്താണ് എന്നുള്ളതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രം ഒരു introductory class ആണ് ഇത്. Okay, first of all you should know that there are only 3 characters in this play. ഇതിലാകെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ആദ്യത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ നായകനാണ്, ഇവാൻ വാസിലവിച്ച് ലമോവ്. ഓക്കെ, ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവാൻ ലമോവ്, ഹു ഈസ് ആക്ച്വലി ദ ഹീറോ ഓഫ് ദ പ്ലേ. ലമോവ് എന്നാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ പേരിൽ നായകനെ റെഫർ ചെയ്യുന്നത്. ഇവാൻ ലമോവ്. യു നീഡ് ടു ലേൺ ദ ഫസ്റ്റ് നെയിം ആൻഡ് ദ ലാസ്റ്റ് നെയിം. വാസിലവിച്ച് ഒക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. അപ്പോൾ ലമോവ് എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. ആൻഡ് റിമെമ്പർ, ഹീ ഈസ് എ 35 years old മാൻ. 35 വയസ്സുള്ള ഒരു മനുഷ്യനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലമോവ് എന്ന്. ആൻഡ് ഹി ഓൺസ് മെനി ലാൻഡ്സ്. ഒരുപാട് ലാൻഡൊക്കെ ഓൺ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ലമോവ്. Now coming to the heroine of the play, that is Natalia Stefanovna. Okay, Natalia ആണ് ഈ പ്ലേയിലെ നായിക എന്ന് പറയുന്നത്. വെരി സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആരെന്ന് പറയുന്നത് നറ്റാലിയ സ്റ്റെഫനോവ്ന. ആൻഡ് ഷീ ഈസ് 25 years old. ആൻഡ് മൂവിങ് ഓൺ ടു ദ തേർഡ് ക്യാരക്ടർ. വളരെ ഈസിയാണ്, വളരെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അവരുടെ പേര് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ലമോവ്, ഹീറോയുടെ പേര് ലമോവ്, നായികയുടെ പേര് നറ്റാലിയ, ആൻഡ് നായികയുടെ അച്ഛൻ്റെ പേര് 70-year-old ഗൈ, ഷബോക്കോവ്, സ്റ്റീഫൻ സ്റ്റെഫാനോവിച്ച് ഷബോക്കോവ്. ഓക്കെ, ഷബോക്കോവിൻ്റെ സ്പെല്ലിംഗ്, ദിസ് ഇസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്, STCHUBOKOV. ഹിസ് എ 70 years old ലാൻഡ് ഓണർ. അപ്പം ഇവർ നൈബേഴ്സാണ്. നറ്റാലിയയുടെ അച്ഛനാണ് ഷബോക്കോവ്, നറ്റാലിയയുടെയും ഷബോക്കോവിൻ്റെയും നെയ്ബറാണ് ലമോവ്. ആൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി ദ പ്ലോട്ട് ഓഫ് ദിസ് പ്ലേ? വളരെ സിമ്പിളായിട്ടുള്ള പ്ലോട്ടാണ്. ഇവർ പണ്ട് തൊട്ടേ നൈബേഴ്സാണ്. ദേ ആർ ലോങ് ടേം നൈബേഴ്സ്. അപ്പം എന്ത് ചെയ്യാണ്, നമ്മുടെ പ്ലേ തുടങ്ങുമ്പോൾ ലമോവ് ഇസ് കമ്മിങ് ആൻഡ് വിസിറ്റിംഗ് നറ്റാലിയാസ് ഹോം. എന്ത് ചെയ്യാണ്, ലമോവ് വളരെ ഫോർമലായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച്, സ്യൂട്ടൊക്കെ ധരിച്ച് എന്ത് ചെയ്യുകയാണ്, ഷബോക്കോവിൻ്റെ വീട്ടിൽ വരെയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രപ്പോസ് മാരേജ് ടു ഷബോക്കോസ് 25-year-old ഡോട്ടർ നറ്റാലിയ. എൻ്റെ ഷബോക്കോവിൻ്റെ നൈബറിൻ്റെ മോളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ മീറ്റിങ്ങിൽ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹി ഇൻട്രാക്ട്സ് വിത്ത് ഷബോക്കോവ്. ലമോവും ഷബോക്കോവുമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ഷബോക്കോവിൻ്റെ അടുത്ത് കാര്യം പറയുകയാണ്, എന്താണ്, ദാറ്റ് ഐ വോണ്ട് ടു മാരി യുവർ ഡോട്ടർ, ഐ ഹാവ് കം വിത്ത് എ പ്രപ്പോസൽ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലമോവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഹീ ഈസ് മോർ ദാൻ എക്സൈറ്റഡ്. ഷൊബോക്കോവ് വളരെ ഹാപ്പിയാണ്. ഹീ ജോയ്ഫുള്ളി ഗിവ്സ് ഹിം പെർമിഷൻ ടു മാരി നറ്റാലിയ. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടാണ് നറ്റാലിയ എൻട്രി ചെയ്യുന്നത്, സീനിലോട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നറ്റാലിയയുടെ അടുത്ത് ഷൊബോക്കോവ് പറയുന്നത് പോലും ദർ ഇസ് എ ബിസിനസ് ഡീൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ. സോ റിമെമ്പർ ദാറ്റ് ഫോർ ഷൊബോക്കോവ് എവറി ഡാം തിങ് ഇസ് എ ബിസിനസ് ഡീൽ. എല്ലാം എന്താണ്, ഒരു പ്രപ്പോസൽ ആണെങ്കിലും മാരേജ് ആണെങ്കിലും എല്ലാം എന്താണ്, ഒരു ബിസിനസ് ഡീൽ ആണ്. ഇതെന്ന് പറയേണ്ടത് നറ്റാലിയ വരാണ്. നറ്റാലിയ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഷീ ഈസ് ഇൻട്രാക്ടിങ് വിത്ത് ലെമോവ്. എന്താണ്, ഭക്ഷണം കഴിച്ചു, ജസ്റ്റ് സ്മോൾ ടോക്സ്, ദേ ആർ ഹാവിങ് എ സ്മോൾ ടോക്ക്. അപ്പോൾ ദ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് ലെമോവ് ഇസ് ഹീസ് എ ഹൈപ്പോകോൺട്രിയാക്. ഇനി ഹൈപ്പോകോൺട്രിയാക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഇൽനെസ് അല്ലെങ്കിൽ ഫിയർ ഓഫ് വൺസ് ഓൺ ഹെൽത്ത്. തനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന് ആ ഒരു ഫിയറുള്ള ഒരു വ്യക്തിയാണ് ലെമോവ് എന്ന് പറയുന്നത്. ആൻഡ് he always has palpitation എന്ന് വെച്ചാൽ റൈസിങ് ഹാർട്ട് ബീറ്റ്സ്, എപ്പോഴും ഇൻക്രീസിങ് ഹാർട്ട് ബീറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു ടെൻഷൻ ഉള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സ്വെറ്റിംഗ് ആൻഡ് പാൽപിറ്റേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഫോർ ഹിം പ്രപ്പോസിങ് നറ്റാലിയ വാസ് എ ടെൻഷൻ ഫിൽഡ് സിറ്റുവേഷൻ. അപ്പോൾ ലെമോവ് വരികയാണ്, ലെമോവ് പ്രപ്പോസ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാണ്, ഹീ ബീറ്റ്സ് അറൗണ്ട് ദ ബുഷ്. പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ്, പല കാര്യങ്ങൾ പറഞ്ഞ് എന്ത് സംഭവിക്കണം, നറ്റാലിയയും ലെമോവും തമ്മിൽ ആർഗ്യുമെൻറ്റ് തുടങ്ങുകയാണ്. ഓക്കെ, ആൻഡ് റിമെമ്പർ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരുന്ന 2 ചോദ്യങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അത്. ആൻഡ് റിമെമ്പർ ഇത് ന്യൂ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഇതിന് മുന്നേയും ഒരു ബാച്ചുകാർ ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്ക് മാരേജ് പ്രപ്പോസൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമായിരുന്നു, വാട്ട് വെർ ദ ആർഗ്യുമെൻറ്റ് അബൌട്ട്. ലെമോവും നറ്റാലിയയും തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് എന്തിനെ പറ്റിയായിരുന്നു. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവർ തമ്മിൽ നടക്കുന്നത്. റിമെമ്പർ ഹീ കെയിം ടു പ്രപ്പോസ് ടു ഹർ, ഹീ ഡസൻ സ്പീക്ക് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി പറയാണ്ട് തമ്മിൽ നടക്കുന്ന ആർഗ്യുമെൻ്റ് ആണ്. അപ്പം വാട്ട് വാസ് ദ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് അബൌട്ട്? ദാറ്റ് ഈസ് അബൌട്ട് ഓക്സൻ മെഡോ. റിമെമ്പർ ദാറ്റ് OXEN, ഓക്സൻ മെഡോവിനെ പറ്റി, മുന്നേ ഉണ്ടായിരുന്നൊരു പ്രോപ്പർട്ടീനെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് അവർ എന്ത് ചെയ്യുന്നത്, ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേരും ക്ലെയിം ചെയ്യുന്നത് എന്താണ്, അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ് ഓക്സൻ മെഡോ. ദ ഡീറ്റെയിൽസ് ഓഫ് വിച്ച് ഐ വിൽ ടെൽ യു ഇൻ ദ ടീച്ച് യു ഇൻ ദ കമ്മിങ് ക്ലാസ്സസ്. അപ്പം ഈ ഒരു ഓക്സൻ മെഡോയുടെ പേരും പറഞ്ഞാണ് അവരുടെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് നടക്കുന്നത്. And while they are having this argument, the father enters, Shobokov enters, and he also interferes. പുള്ളിക്കാരൻ ഇൻ്റർഫിയർ ചെയ്തിട്ട് he shouts at Lemov and asks him to leave. എന്ത് ചെയ്യാണ്, ഇറങ്ങിപ്പോവാൻ പറയുന്നു. ലെമോവ് അപ്സെറ്റാണ്, ഹി ഈസ് ഹൈലി അപ്സെറ്റ് ആൻഡ് ഹി ലീവ്സ് ദ പ്ലേസ്. അത് കഴിഞ്ഞിട്ടാണ് ഷൊബോക്കോവ് ടെൽസ് ഹിസ് ഡോട്ടർ, മോളെടുത്ത് പറയുന്നത്, ഹൗ ഡെയർ ഹി കം ഹിയർ ടു പ്രപ്പോസ് ടു മൈ ഡോട്ടർ. അപ്പോഴാണ് നറ്റാലിയ അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, തന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെമോവ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. ആൻഡ് ഷീ ഈസ് വെരി ഡെസ്പറേറ്റ്. ഷീ വാണ്ട്സ് ഹർ ഫാദർ ടു കോൾ ഹിം ബാക്ക്. ഉടനെ പറയാണ്, അച്ഛൻ ഉടനെ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് പറയാം. And father is very upset. Karim, he insulted Lemov very much, and it was an embarrassing situation. But still, he listens to her daughter and goes back and calls him back. തിരിച്ച് വിളിച്ചുകൊണ്ട് വരികയാണ്. Again, Natalia and Lemov patches up. അവർ തമ്മിൽ പാച്ചപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് ദേ സ്റ്റാർട്ട് ഫൈറ്റിംഗ് അഗെയിൻ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ 2ാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത് അവർ അടിയുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ദേ ഫൈറ്റ്സ് അബൌട്ട് ദെയർ റെസ്പെക്റ്റീവ് ഹണ്ടിങ് ഡോഗ്സ്. വേട്ടനായ്ക്കളുടെ പേരും പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, അടുത്തതായിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ദേ ഈച്ച് ക്ലെയിം ദാറ്റ് ദേ ആർ ഹണ്ടിങ് ഡോഗ്സ് ആർ ബെറ്റർ. അവരുടെ റെസ്പെക്റ്റീവ് ഹണ്ടിങ് ഡോഗ്സ് ആണ് ഓട്ട്കട്ടായും ഉഗാഡിയും. അതിനെപ്പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവൻച്വലി പറഞ്ഞു തരും. ഇതിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുക. ആൻഡ് ഫൈനലി എന്ത് ചെയ്യാണ്, ലെമോവ് കൊളാപ്സ് ചെയ്ത് വീഴുകയാണ്. താങ്ങാൻ പറ്റുന്നില്ല. പാൽപിറ്റേഷനാണ്, ഹൈപ്പോകൺട്രിയക്കാണ്. ഹീ ഈസ് എക്സോസ്റ്റഡ്, ഹീ ഈസ് ടോട്ടലി എക്സോസ്റ്റഡ് ആൻഡ് ഹീ ലൂസസ് കോൺഷ്യസ്.
പുള്ളിക്കാരൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ആൻഡ് വെൻ ഹി റീഗെയിൻസ് കോൺഷ്യസ് എന്ത് ചെയ്യാണ്, ഷബോക്കോവ് പറയാണ് പ്ലീസ് ക്ലോസ് ദ ഡീൽ. എന്ത് ചെയ്യാണ്, നിങ്ങൾ ഈ മാരേജിൻ്റെ പ്രപ്പോസൽ ഒന്ന് വിത്ത് എ കിസ് പ്ലീസ് ക്ലോസ് ദ ഡീൽ. ആൻഡ് ഫൈനലി എന്ത് ചെയ്യാണ്, ഇമീഡിയറ്റ്ലി ഫോളോയിങ് ദ കിസ്, ആ ഒരു കിസ് കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്യാണ്, ദേ സ്റ്റാർട്ട് ആൻ അനദർ ആർഗ്യുമെൻറ്റ്. അവരെന്ത് ചെയ്യാണ്, മൂന്നാമതൊരു ആർഗ്യുമെൻറ്റിലോട്ട് തുടങ്ങുന്നതോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മാരേജ് പ്രപ്പോസൽ എന്ന് പറയുന്ന വൺ ആക്ട് പ്ലേ എൻഡ് ചെയ്യുന്നത്. വെരി ഫണ്ണി ആയിട്ടുള്ളൊരു പ്ലേ ആണ്. Okay, this is the introduction. This is a very brief introduction about the one act play. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ലെമോ, വൈ ഡസ് ഹി കം ടു പ്രപ്പോസ് മാരേജ് ടു ദിസ് ലേഡി നറ്റാലിയ. പുള്ളിക്കാരൻ മാരി ആവാനുള്ള ഏജായി 35 ഇയേഴ്സായി. നോട്ട് ദാറ്റ് ഹീ ഈസ് ഇൻ ലവ് വിത്ത് നറ്റാലിയ, പ്രേമമോ അങ്ങനത്തെ ഒരു വികാരമോ ഇല്ല. ബിക്കോസ് ഷീ ഈസ് ദി ബെസ്റ്റ് വുമൺ അവൈലബിൾ. ചുറ്റുപാടും നോക്കിയപ്പോൾ നൈബറാണ്, മാരേജബിൾ ഏജാണ്, നല്ലൊരു ഹൗസ് മേക്കറാണ്. അങ്ങനെ കുറേ ലിസ്റ്റുകളിൽ പുള്ളിക്കാരി ടിക്ക് മാർക്ക് ഇടുന്നത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നറ്റാലിയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് marriage proposal. Thank you.